കണ്ടിട്ട് കിട്ടട്ടെ, കൈ കിട്ടട്ടെ, എന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ശരി, ആന്ന് വെച്ചോ. ഓക്കെ. XX ഒരു XX XX ഒരു XX XX ഒരു XX. എന്ത്? അല്ല, നീ കുറെ നേരം കൂടെ കുണുകുണാ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. എക്സ്. ഈ എക്സ് കുറിച്ച് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്കെന്ത് തോന്നാൻ? ഓഹോ, അപ്പൊ നീ എക്സ് കണ്ടിട്ടുണ്ടോ? അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ അങ്ങനെ തുണ്ട് വീഡിയോ കാണുന്ന ആളൊന്നുമല്ല. തുണ്ട് വീഡിയോ? അതിനെ കുറിച്ച് ആരാ പറഞ്ഞത്? നീയല്ലേ പറഞ്ഞത്? എന്റെ പൊന്നവന്തി, ഞാൻ അത്രക്കാരിയല്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് എന്നോട് തോന്നുന്നുണ്ടെങ്കിൽ വെരി സോറി, പ്ലീസ്. ദേ കൊച്ചെ, ആവശ്യമില്ലാത്ത നീ പറയരുത് കേട്ടല്ലോ. കുടുംബത്തിൽ പറഞ്ഞ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നോ? ഓഹോ, അപ്പൊ നിന്റെ മനസ്സിലിരിപ്പിതായിരുന്നല്ലേ? മനസ്സിലിരിപ്പോ? നീയല്ലേ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത്? നീയല്ലേ ഇപ്പൊ വന്നിട്ട് ട്യൂൺ ചെയ്യുന്നത്? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം വീണ്ടും വീണ്ടും പറയരുത്. എന്താവശ്യമില്ലാത്ത കാര്യം? നീയല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? ബ്ലഡി ബ്ലൂ ഫിലിം ഗേൾ. നീ തന്നെ. എന്റെ അടുത്തേക്ക് വരല്ലേ? ഞാൻ പറഞ്ഞ അത്ര കാര്യമല്ലാന്ന്. ഇവളെന്നെ വേണ്ടാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ നോക്കുന്നടി. എനിക്ക് മനസ്സിലായില്ല. നീ എന്തൊക്കെയാണ് പറയുന്നേ? എന്റെ പൊന്നു ചാരു, നീ എങ്കിലും സത്യാവസ്ഥ എന്താണെന്നറിയ ഞാൻ പറയുന്നത്. എന്റെ കഷ്ടകാലത്തിന് ഞാൻ ആ കത്തിലുള്ള എക്സ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ചോദിച്ചതാ. ഓ, അതാണോ നീ ചോദിച്ചേ? എന്നാ പിന്നെ അതിങ്ങനെ വളച്ചിട്ടില്ലാണ്ട് അവളുടെ അടുത്ത് അങ്ങ് ചോദിച്ചാ പോരായിരുന്നു? എന്റെ കഷ്ടകാലം പറഞ്ഞാ മതി എന്റെ ചാരു. എന്തോ സംഭവം? ദേ, നീ എക്സ് ഒന്ന് നോക്കിയേ. നിനക്ക് എവിടെയെങ്കിലും പരിചയം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എക്സ് അല്ലല്ലോ, ഡേഞ്ചർ സിഗ്നൽ അല്ലേ? ഡേഞ്ചർ സിഗ്നലോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? എടി, ഇത് ചില ഡേഞ്ചർ സിറ്റുവേഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. രണ്ടിനും അറിയാൻ പാടില്ലേ? ഓഹോ, അപ്പൊ നിനക്ക് ഇതൊക്കെ അറിയാല്ലേ? എന്നാ പറ, ആരായി കത്തെഴുതിയത്? എനിക്ക് അറിയത്തില്ലെന്ന്. നീ തന്നെ, നീ ഒന്ന് വായിച്ചു നോക്ക്. അറിയോ നോക്ക്. ഇതാരാ എഴുതിയത്? എടേ, അത് തന്നെയാണ് ഞങ്ങളും അന്വേഷിച്ച് നടക്കണത്. നിനക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ? ഇല്ലെന്ന്. പുളിസോ എടി, ഞാൻ ഇങ്ങോട്ട് കേറി വരാൻ നേരത്ത് നീ ആരെടുത്തോ ഫോണിൽ പറയുന്നുണ്ടല്ലോ, സാധനം എന്റെ കൈ കിട്ടിയിട്ടില്ല. പൊന്നു പൊട്ടിക്കാളി, അതിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫിന്റെ കാര്യമാണ്. എന്തായാലും കേൾക്കുമ്പോഴത്തേക്ക് എല്ലാം എന്റെ മെക്കിട്ട് കയറല്ലേ? ഇത് കഷ്ടം. ഇത് നീ എന്തിനാ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്? തലകുത്തി ചാടണം എന്തേ? നിനക്ക് മാത്രമേ 24 മണിക്കൂർ ഇരിക്കാനും കിടക്കാനും കുത്തിരിക്കാനും പറ്റത്തുള്ളൂ. സാധനം എന്തിപ്പോ?